ഗൈസ്, ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് നടന്നൊരു സംഭവം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ചേച്ചി ഇത് ചെയ്യണം, നിർബന്ധം. അങ്ങനെ എന്റെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു. ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത്. എന്റെ പൊന്നു കസിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത്. എനിക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നീ ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പ്ലീസ് കാണണം. ഞാൻ മനഃപൂർവ്വമല്ല, അറിയാണ്ടാണ് തെറ്റ് ചെയ്തത്. ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണ്. എന്നോട് ക്ഷമിക്കുക ബിഗ് ബോസ്, എന്നോട് ക്ഷമിക്കുക. കസിൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത്. ഒരു 10 ഏത്ത വിട്ടോട്ടെ. എനിക്ക് കണ്ടോ, ഇതാണ് നമ്മുടെ രേണു ചേച്ചി. ആ ഒരു കസിന്റെ കുബുദ്ധിക്ക് ചെയ്ത ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ രേണു ചേച്ചി ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് 10 പ്രാവശ്യം ഏത്ത വിട്ടേക്കുക. ഈ ഒരു രേണു സുധീനെ പറ്റിയിട്ടാണ് നാട്ടുകാർ മൊത്തം ഇത്ര ബാഡായിട്ട് ഒരു വീഡിയോ, രേണു സുധിയുടെ ഒരു വീഡിയോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 1000 കമന്റിൽ ഒരു 900 കമന്റെങ്കിലും ബാഡ് കമന്റ് ആയിരിക്കും. എന്തിനാലേ? ഒന്നുമില്ല, നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീ. ഈ സ്ത്രീയെ പറ്റിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ ബാഡായിട്ട് വ്രോങ് ആയിട്ട് കുറെ കാര്യങ്ങളും മെസ്സേജിലും പിന്നെന്താ പറയേണ്ടത് കമന്റ് ബോക്സും മൊത്തം സദാചാരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സദാചാരം. കണ്ടോ, ബിഗ് ബോസിന്റെ ക്യാമറയിൽ വന്നിട്ട് 10 വട്ടം ഏത്ത വിടുന്നു. ലാലേട്ടൻ അത് പറഞ്ഞ് ക്ലോസ് ചെയ്ത കാര്യം, ബിഗ് ബോസിന്റെ ക്യാമറയിൽ വന്നിട്ട് ഏത്ത വിടുന്ന അത്രയ്ക്ക് നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീ. അതെന്തായാലും പ്ലാനിങ്ങോ പ്രിപ്പയറിങ്ങോ ഒന്നുമല്ല. അങ്ങനെ ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ് ഇത്രയും ആൾക്കാർ അനാവശ്യമായിട്ട് കമന്റ് ഇടുന്നത്. എന്തിനല്ലേ?